നിനക്ക് സ്കൂളിൽ പോറായില്ലേ? അതിന് സമയമായിട്ടില്ല അമ്മ. നിനക്ക് സമയാവില്ല, അന്നേരം മൊബൈൽ കളിച്ചിരിക്കാനല്ലേ. നിങ്ങളൊന്ന് പോയേ. നിന്റെ കുഞ്ഞിക്ക് കിട്ടണ്ടേന്ന് നിങ്ങളൊന്ന് വിളിക്കരുത്. 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇനി അങ്ങനെ നീ വിളിച്ചാ നിന്റെ പല്ല് ഞാൻ അടിച്ചു ചോദിക്കും. നമ്മളെ പാട് നോക്കുന്നത് സമയം എത്രയായി? ആയിട്ടില്ല അമ്മ. എന്തായിട്ടില്ല നീ പറഞ്ഞത്? പോയി ഡ്രസ് മാറ്, ഇപ്പൊ ദിവസം വരും. അത് ഞാൻ ഇട്ടോണ്ടമ്മേ. ഇട്ടോന്നല്ല, പോയി ഇപ്പൊ തന്നെ ഇട്. എനിക്ക് ചെല്ലേ ചെല്ലടി. ഇനി ഞാൻ ചൂരിൽ എടുക്കണാടി. ഞാൻ അതെടുത്ത് 2 കിട്ടിയാലേ നീ ഡ്രസ് മാറൂ. എന്നാ ഞാൻ നിന്നെപ്പോ ശരിയാക്കി തരാം. പൊക്കോ പൊക്കോ, അമ്മരെ അടി കിട്ടും. വേണ്ട വേണ്ട, അച്ഛൻ്റെ മോള് നാടകങ്ങളൊക്കെ എനിക്കറിയാം. ഓണം നേരത്തെ എന്താ തിക്കും നിരത്തി ഏകാശം. ചായ എടുത്തിട്ടേ നിങ്ങക്ക്? ചായ എടുത്തിട്ടേന്ന്. നിന്റെ അരിച്ചൊക്കെ തീർന്നാ? നടത്തോറ അതവിടെ ഇതൊന്ന് കഴിച്ചേ. നീ ഇതൊരു മുടി കെട്ടിയില്ലേ? ഇതൊന്ന് കഴിക്കാൻ നോക്ക്. ശരിയാവില്ലമ്മ, കിട്ടിയമ്മ. മുടി കെട്ടിത്തരാം, ആദ്യം വന്നിരുന്ന് കഴിക്ക്. വണ്ടി വരാറേ, ഞാൻ കിട്ടിക്കോളാം. വണ്ടി വരാറായിട്ടൊന്നുമില്ല. ഇത് വന്ന് കഴിച്ചേ. എനിക്ക് വേണ്ട. എന്നെ വേണ്ടാന്ന് ഒന്ന് കഴിക്കണേ. എനിക്ക് വേണ്ടല്ലോ പറഞ്ഞ കഴിക്കാനാ പറഞ്ഞത്. അച്ചു ഇത് വന്ന് കഴിച്ചോ? വെറുതെ പഠിപ്പിക്കാൻ കണ്ടാട്ടാ. നിങ്ങൾ ഇത് വരാൻ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം. എവിടെ നേരം. നിനക്ക് എന്താ പറ്റിയ? കാലത്ത് തുടങ്ങിയതാണല്ലോ ചൊറിച്ചില്. നിങ്ങളുടെ ഭാഷ അതല്ലേ. ഞാൻ കാലത്ത് ഏറ്റപ്പോഴേ കുറച്ച് ചൊറിയലല്ലേ പറിച്ചിട്ട് തിളപ്പിച്ച് കുടിച്ചു. അതിന്റെ ചൊറിച്ചിലാന്ന് കരുതിക്കോ. നിങ്ങളൊക്കെ എനിക്കറിയാമേ. കുഞ്ഞുമോളെ ഏട്ടെങ്കിൽ കഴിക്കണ്ട കേട്ടാ. അമ്മയ്ക്ക് ഒരു നിർബന്ധവും ഇല്ല. വയറ് വിശക്കുമ്പോഴേ തന്നെ വന്ന് കഴിച്ചോളൂ. അങ്ങനെ വെക്കാൻ പറ്റില്ലേ പെൺപിള്ളേ? മോള് അച്ചുവോ? അച്ചുവോ മോള് തന്നെ മോൾക്ക് അച്ഛൻ തരാം കേട്ടാ. മദർന്ന് അങ്ങനെ കുട്ടികളോട് മര്യാദക്ക് പെരുമാറാൻ പഠിക്കുക. അതിനെങ്ങനെയാ? എനിക്ക് വരുമ്പോ ഈറ്റപ്പുലിയുടെ മോളല്ലേ വരിക. എനിക്കിവിടെ ഒരു ഈറ്റപ്പുലി ആവണ്ട, ഒരു പൂച്ചയെ പോലെ ജീവിച്ചാൽ മതി. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. ഇന്ന് എടുത്തോ 2 എണ്ണം. ഞാൻ പോവാ. പോയാറായിരുന്നു. ഒരു മിനിറ്റ്. എന്താ കാര്യം? ഞാൻ പോവാ. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നീ എവിടേക്ക്? ഞാനാ കുന്നത്തങ്ങാടിയിൽ. നീ ഒറ്റയ്ക്ക് പോയാ മതി. എന്താ ഞാൻ വന്നാല് ഫോൺ കഴിക്കല്ലേന്ന്? ഞാനും കൂടെ വരാം. വേണ്ട 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 വേണ്ട, നീ വല്ല ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി. ഞാൻ നേരം വൈകിന്ന് 8:30 ചെല്ലാന്ന് പറഞ്ഞതാ. എവിടേക്ക് നീ ചെല്ലാന്ന് പറഞ്ഞു? ആ ഷീലയുടെ വീട്ടിലേക്ക്. ഏത് ഷീല? ഓ അപ്പൊ നിങ്ങൾ ഷീലനെ അറിയില്ല? ആ രാഹുലിന്റെ ഭാര്യ ഷീലനെ നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ നിനക്ക് എന്തൊരു കാര്യം? കാര്യണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടൊന്നല്ലല്ലോ. ഇതിപ്പോ നിങ്ങളും അറിയണ്ട. അയ്യോ, ഇത് എനിക്കറിയണമെന്നേ ഒരു ബോധ്യമില്ല. ഞാൻ പോവാ. നിങ്ങൾ നിക്കുന്ന ഞാനുണ്ട്. നീ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വന്നാ മതി. ഞാൻ അല്ലാണ്ട് നേരം പോയിട്ട് പോണം. ഒരു മിനിറ്റ്, ഞാൻ പോരാ. പണ്ടാറടങ്ങിയിട്ട് എന്റെ നേരം പോലൊടി. ഒരു വഴിക്ക് മുമ്പ് നിങ്ങൾ കിടന്ന് പ്രാവല്ലേന്ന്. ലിബി, നീ വന്നാ വേണ്ടി ഞാൻ നേരം വൈകിട്ടടി പോണ. നിങ്ങളെ ഒരു നേരം വൈകിട്ടില്ല. നിങ്ങൾ പോണ നേരമൊക്കെ എനിക്കറിയാം. നേരം വൈകിട്ട് നിക്കുന്ന ഞാൻ. ഓ നിങ്ങളുടെ കൂട്ടുകാർക്കാണെങ്കിൽ എത്ര വേണമെങ്കിൽ നേരം കാത്തുക്കല്ലേ. നിങ്ങളിപ്പോ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട കേട്ടാ. എന്റെ പൊന്നു ലിബി, നീ ഒരു ഓട്ടോ വിളിച്ചു പോയോ? എനിക്കല്ലാതെ തന്നെ നേരം വൈകിട്ട് നിക്കുന്ന ഞാനിപ്പോഴേ ഒരു ഓട്ടം വിളിച്ചു പോണില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ പോരും. അതെന്റെ വാശിയാ. അങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ സൗകര്യമില്ലടി. സൗകര്യമില്ലേ? നിങ്ങളൊന്നും വണ്ടി കൊണ്ടുപോണ്ട. എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ലേ? മനസ്സിലായി നിങ്ങൾക്ക് എന്താ ഉദ്ദേശം എന്നുള്ളത്? നിങ്ങളൊന്നും വണ്ടി കൊണ്ട് പോവില്ല. എടി നായന്റെ മോളെ, നീ എന്റെ താക്കോല് വരില്ലേ? ലിബി, എന്റെ താക്കോല് വന്നോ?
ഇതിനെ മോന്ത അടിച്ച് പൊളിക്കും. ഞാൻ ഈ താക്കോല് തരില്ല. ആദ്യം കളിച്ചല്ലേ ഞാൻ ഈ താക്കോല് കൊണ്ട് കിണറ്റിലിടും. അങ്ങനെയാണ് ചെയ്തെന്ന് തന്നെ കിണറ്റിട്ട് ഞാൻ മൂടും. ആളുകൾ നോക്കണ്ട്. ഈ താക്കോല് എടുത്താടി. ഹലോ സാർ. സാറേ സാറേ ഞാനത് ഇറങ്ങി സാറേ. ഒരു 1/2 മണിക്കൂർ സാറേ. ഞാൻ എൻ്റെ വൈഫിനെ എൻ്റെ കൂട്ടുകാരിത്തിന് വീട്ടിലൊന്ന് ഇറക്കിയിട്ട് ഇപ്പോൾ വരും സാറേ. ഓക്കെ സാർ. ഓ എന്തൊരു അഭയം. ഈ വർഷത്തെ ഏറ്റവും നല്ല നിറങ്ങളോ അത് കിട്ടുന്നതോ. പോണ വഴിക്ക് ആ കുന്നത്തമ്മയിലൊന്ന് ഇറക്കാൻ പറഞ്ഞാ അത്ര വലിയ കുറ്റായത്. അമ്മ വായോ, ഞാൻ നിന്നെ കൊണ്ടാക്കിയിട്ട് പോകുള്ളൂ. നിങ്ങളുടെ പട്ടി കയറി നിങ്ങളുടെ വണ്ടിമേ. ഈ ബുള്ളറ്റ് വാങ്ങിച്ചിട്ട് എത്ര നാളായി നിങ്ങൾ? എത്ര നാളായി? ഇതുവരെ അതിന്റെ മുകളിൽ തന്നെ ഇരുത്തിയിട്ടുണ്ടാ? നിങ്ങളെന്നെ കാറിലൊക്കെ അടച്ചു കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അതായത് കാണില്ലല്ലോ, നിങ്ങൾക്കും പ്രശ്നമില്ല. എനിക്ക് ഇപ്പോഴാ കുറച്ച് സൗന്ദര്യം കുറഞ്ഞിട്ടുള്ളൂ. പണ്ടേ ഞാൻ നല്ല സുന്ദരിയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കൂടെ കൊണ്ടുപോക്കാൻ നാണക്കേടില്ലേ? നീ ഇപ്പൊ എന്തുടേ പറഞ്ഞു തരുന്നു? നിന്റെ ബുള്ളറ്റ് കയറ്റില്ല. ഞാനും ചോറൊക്കെ തന്നെ കണ്ടിട്ട് കഴിക്കുന്നത്. എനിക്കും മനസ്സിലാവും പലതും. നീ വെറുതെ എഴുതാപ്പുറം വായിക്കില്ല. എഴുതാപ്പുറമൊന്നല്ല, ഞാനേ കുന്നത്തെ ലക്ഷ്മണന്റെ മോളെ. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. 60 പവൻ സ്വർണ്ണം നിന്നിട്ടാ എന്റെ അച്ഛൻ ഇങ്ങോട്ട് വിട്ടത്. അതിനകത്ത് കാശ് തന്നിട്ടുണ്ട്, വെറുതെ ഒന്നല്ല. ഓ വലിയ അന്തസ്സായിട്ട് എളിഞ്ഞിരുന്ന് പോകണ്ടല്ലോ എന്റെ കാറില്. ഈ കാറ് എന്റെ അച്ഛൻ തരുമ്പോഴേ പുത്തൻ കാറായിരുന്നു. ഇപ്പൊ കാറിനും വഴക്കായി, എനിക്കും വഴക്കായി. ഓ നിങ്ങൾ മാത്രം വലിയ പുത്തൻ. അപ്പൊ എന്നെ കൂടെ കൊണ്ടുനടക്കാൻ നിങ്ങൾക്ക് നാണക്കേടും. നീ വെറുതെ ചൊറിയണ വർത്തനം പറയണ്ടാ ലിബി. ചൊറിയണ വർത്താനൊന്നല്ല, സ്വന്തമായിട്ട് ബുള്ളറ്റ് വാങ്ങിയപ്പോഴേ എന്താ നിങ്ങളുടെ ഒരു അഹങ്കാരം. പക്ഷേ നിങ്ങളൊരു കാര്യം വെക്കണം നല്ലതാ. ഇതിലടിക്കുന്ന പെട്രോൾ ഇല്ലേ, അത് ഇപ്പോഴും എന്റെ അച്ഛന്റെ കാശാട്ടാ. പിന്നെ ഇങ്ങോട്ട് നോക്കുന്ന എന്റെ അച്ഛൻ തന്നെ കാശോണ്ടാ കാഞ്ഞാനിലുള്ള ബിൽഡിംഗ് നമ്മൾ എടുത്തത്. അതിന്റെ വാടകയോണ്ടാ നമ്മുടെ വീട്ടിലത്തെ ചെലവും അതുപോലെ നിങ്ങൾ ഈ പറത്തി കൊണ്ടിറക്കണില്ലേ ഈ എയറോപ്ലെയിൻ, അതിന്റെ ചെലവൊക്കെ നിർവഹിക്കുന്നത്. അത് നിങ്ങളെ ഇങ്ങോട്ട് നോക്കുന്ന നിങ്ങൾ ഈ എയറോപ്ലെയിൻ കൊണ്ടേ ലോകം മുഴുവൻ ചുറ്റുമ്പോഴേ ഇതൊക്കെ ഒന്ന് ഓർത്തിക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ഇനി നമുക്ക് പോവാനോ? നീ എത്ര നേരം വൈകിയായിരുന്നു. നിന്നെ ഞാൻ ആക്കിയിട്ട് ഞാൻ പോവുള്ളൂ. കൊണ്ടുപോയി ഓരോ വേഷം കെട്ടുകൾ നടക്കണ്ട്. ഇങ്ങോട്ട് കിട്ടാനായിട്ട് ബുള്ളറ്റ് ഉണ്ടാകുമ്പോഴേ അതിൽ കയറി ചെത്തിറക്കി ഏത് പെണ്ണ ആഗ്രഹിക്കാത്തത്. നിങ്ങൾ വണ്ടി എടുക്കുന്ന വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ? എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ? എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, മാറിക്കല്ലുമാലണിഞ്ഞ മോഹക്കന്മണി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ? എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി.
പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിന് മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എൻ്റെ ചാരെ വന്നു നിന്നതെന്തിന് മിഴിയിണകൾ കുസൃതിയാലെ വിടർന്നതെന്തിന് കൊലുസണിഞ്ഞ നഖശതങ്ങൾ വരച്ചതെന്തിന് വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി സൂര്യനാം പകർന്ന സ്വർണ്ണ പീലികൾ ചൂടി വന്നു ഭൂമിയിൽ നിറഞ്ഞു നിൽക്കവേ ഇനിയൊരിക്കൽ നമ്മളൊന്നായി ചേരുമെങ്കിലോ ആ നിമിഷം എന്നിൽ നീ അലിഞ്ഞു ചേരുമോ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി അയ്യോ 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 എന്റെ കൺമണിയെ കൺമണിക്ക് വല്ലതും പറ്റിയ കൺമണിയെ കൺമണിയെ ആരുടെ കൺമണി കൺമണിയെ ആരുടെ കൺമണി ആരുടെ കൺമണി കൺമണിയല്ലേ കൺമണിയിലൂടെ ഭദ്രകാളി ഭദ്രകാളി ആരുടെ കൺമണി ആരുടെ കൺമണി ആരുടെ കൺമണി ആരുടെ കൺമണി പറയണോ ആരുടെ കൺമണി ആരുടെ കൺമണി ആരാണ് ആരുടെ കൺമണി ആരാണ് വാ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി